ത്രിയേക ദൈവത്തിന് സ്തുതി. കിഴക്കമ്പലം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഭൗമ യൂത്ത് അസോസിയേഷന്റെ തിരുവചന വെളിച്ചം എന്ന ഈ പരിപാടിയോട് സഹകരിച്ച് ഒരു ചെറിയ സന്ദേശം തരത്തക്ക രീതിയിൽ ഒരുക്കിയ ദൈവത്തെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സഭ വലിയ നോമ്പിന്റെ അനുഗ്രഹകരമായ കാലയളവിലൂടെ കടന്നു പോവുകയാണ്. നോമ്പ് ബലവത്തായ ആയുധമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ആവശ്യം. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഒക്കെ ഉള്ള അവസരമായി നാം ഈ നോക്കുകാലം കാണേണ്ടതായിട്ടുണ്ട്. നോമ്പിന്റെ ബാധിയും പിന്നിട്ട് 5-ാമത്തെ ആഴ്ചയിലേക്ക്, തുടർന്ന് നോമ്പിന്റെ സമാപന ദിനങ്ങളിലേക്ക് വളരെ വേഗം അടുക്കുകയാണ്. നമ്മുടെ ദാത്തന്മാർ ശക്തി അറിഞ്ഞിരുന്നത് നോമ്പിലൂടെയാണ്. ഈ നോമ്പ് കാലത്ത് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അവർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു സംഭവം ഇപ്രകാരം പറഞ്ഞ് ഉപസംഹരിക്കാം. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ബ്രസീലിയൻ എഴുത്തുകാരൻ ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. പ്രസിദ്ധമാണ് ആ പുസ്തകം. ഏതാണ്ട് മിക്ക ഭാഷകളിലേക്കും ആ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ പുസ്തകമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അവന്റെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അപ്പ എന്റെ പഠനമൊക്കെ പൂർത്തിയായി, ഇനി എനിക്ക് എൻ കാലിൽ നിൽക്കത്തക്ക രീതിയിൽ ഒരു ജോലി സമ്പാദിക്കേണ്ടതായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അപ്പനെ അനുവദിക്കണം. ഞാൻ ഇനി അപ്പനെ ആശ്രയിച്ചല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ അപ്പനോട് അവനൊന്ന് കൊടുത്ത ഉപദേശം, അവൻ ഇനി ഒരു കാര്യം ചെയ്യണം. ജീവിത വിജയത്തിന് എന്താണ് ആവശ്യമെന്നുള്ളത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ ആശ്രമത്തിൽ നീ ചെന്ന് സന്യാസിയെ കണ്ട് നീ ചോദിക്കണം, ജീവിത വിജയത്തിന് ഞാൻ എന്താണ് ചെയ്യണം. അവർ വളരെ യാത്ര ചെയ്ത് ബന്ധപ്പെട്ട് സന്യാസിയുടെ ആശ്രമം കണ്ടുപിടിച്ചു. സന്യാസി പോയി ചെല്ലുമ്പോൾ DC ചെയറില് എന്തോ വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവനോട് ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? എന്റെ അപ്പൻ എന്നെ പറഞ്ഞയച്ചതാണ്. ജീവിത വിജയത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങയോട് ചോദിച്ചറിയാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. എന്നെ പറഞ്ഞു, എനിക്ക് അല്പം തിരക്കുണ്ട്, അതുകൊണ്ട് നീ ഈ ആശ്രമമെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണുക. വളരെ പ്ലാൻ ചെയ്ത് ഞാൻ പടികഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ആശ്രമം. അതിന്റെ ചുറ്റുപാടുകളെല്ലാം വളരെ മനോഹരമാണ്. നീ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞ് അവനെ അയക്കുകയാണ്. കാഴ്ച കാണാനായിട്ട് അവൻ പുറപ്പെട്ടു പോകുമ്പോൾ ഒരു സ്പൂൺ അവന്റെ കയ്യിൽ കൊടുത്തു. അത് നിറച്ച എണ്ണയിൽ. അവനോട് പറഞ്ഞു, ഈ സ്പൂണിലെ എണ്ണ നീ കളയരുത്, എണ്ണ നഷ്ടപ്പെടുത്തരുത്. അവൻ ആദ്യമൊക്കെ പോയി വളരെ ശ്രദ്ധയോടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് വന്നു. നീ എല്ലാം കണ്ടോ എന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല ഗുരു. എന്താ നീ കാണാതിരുന്നത്? ഞാൻ ഈ സ്പൂണിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്, അതുകൊണ്ടൊന്നും കണ്ടില്ല. നീ ഒന്നുകൂടെ പോയി വരൂ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും പറഞ്ഞയക്കുകയാണ്. വളരെ വേഗതയിൽ അവൻ കാഴ്ചയൊക്കെ കണ്ടിട്ട് മടങ്ങി വന്ന് അവനോട് ചോദിച്ചു, എവിടെയാണ് സ്പൂൺ, എവിടെയാണ് തന്നിരുന്ന എണ്ണ? അപ്പൊ അവൻ പറഞ്ഞു, എണ്ണ നഷ്ടപ്പെട്ടു ഗുരു. ഞാൻ യാത്രയിൽ അശ്രദ്ധമായി നടന്നുകൊണ്ട് എന്റെ കാലിവിടെ ഒന്ന് തട്ടി, സ്പൂണും എണ്ണയും നഷ്ടപ്പെട്ടു. പിന്നെ ഗുരു അവനോട് പറയാണ്, ഞാൻ നിന്നെ പറഞ്ഞയച്ചത് ഒരു പാഠം എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എണ്ണ കളയരുത്, കാഴ്ചയൊക്കെ കണ്ടോ. ആ വലിയ ഉപദേശമാണ് ഗുരു അവന് കൊടുത്തത്.
പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ചു. ഈ ദൃശ്യമായ യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.